ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വിസ് എയർ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചു. തുടർന്ന് എമർജൻസി എക്സിറ്റ് നടത്തി. ഇതിനിടെ 6 യാത്രക്കാർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവമുണ്ടായത്. ദില്ലിയിൽ നിന്ന് സൂറച്ചിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന LX-147 സ്വിസ് എയർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. റൺവേയിലൂടെ ടേക്ക് ഓഫിനായി വേഗത കൂട്ടുന്നതിനിടെ വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു. തുടർന്ന് തീപിടിച്ചു. തുടർന്ന് വിമാനം റൺവേയിൽ തന്നെ പൈലറ്റ് നിർത്തുകയായിരുന്നു. യാത്രക്കാരെ അടിയന്തരമായി തന്നെ വിമാനത്തിന് പുറത്തെത്തിക്കാൻ തീരുമാനിച്ചു. എമർജൻസി സ്ലൈഡുകൾ വഴിയാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. ഇതിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യാത്രക്കാർക്ക് പരിക്ക് പറ്റുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ, അതായത് ഈ 6 പേരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വിമാനത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 232 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നു. ജീവനക്കാരിൽ ആർക്കും പരിക്കേറ്റില്ല എന്നാണ് വിവരം. എൻജിൻ തകരാറിനെ തുടർന്ന് ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആകാം ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് ദില്ലി വിമാനത്താവളത്തിലെ 28-ാം നമ്പർ റൺവേ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് താമസ സൗകര്യവും പകരം യാത്രാ സംവിധാനങ്ങളും ഒരുക്കി വരുന്നതായി വിമാന കമ്പനി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് ഹുബ്ബള്ളിയിലേക്ക് പറന്ന യാത്രാ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 4 മണിക്കൂറോളം ആകാശത്ത് വട്ടം ചുറ്റിയത് യാത്രക്കാരെയും ബന്ധുക്കളെയും മുൾമുനയിലാക്കിയിരുന്നു. ഫ്ലൈ 91 എയർലൈൻസിന്റെ IC-3401 വിമാനമാണ് ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് തകരാർ സംഭവിച്ച് അപകട ഭീഷണിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം അരങ്ങേറിയ നാടകീയമായ ആകാശയാത്രയ്ക്കൊടുവിൽ വിമാനം ബംഗളൂരു കൊമ്പെഗൌഡെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയതോടെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വിമാനം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഹുബ്ബള്ളി ലക്ഷ്യമാക്കി പറന്നുയർന്നത്. ഷെഡ്യൂൾ പ്രകാരം 4:30 വിമാനം ഹുബ്ബള്ളിയിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ റൺവേയിൽ തൊടാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിമാനത്തിന് അപ്രതീക്ഷിതമായ സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നു. ഇതോടെ പൈലറ്റുമാർ അടിയന്തരമായി ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിക്കുകയും വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഹുബ്ബള്ളിയിൽ ഇറങ്ങാൻ കഴിയാതെ വന്നതോടെ വിമാനം സമീപ പ്രദേശങ്ങളായ മുണ്ട്ഗോഡ്, ദാവൻഗരെ, ശിവമോഗ എന്നിവയ്ക്ക് മുകളിലായി മണിക്കൂറുകളോളം വട്ടം ചുറ്റാൻ നിർബന്ധിതമായി. വിമാനം ആകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്ന വിവരം അറിഞ്ഞതോടെ യാത്രക്കാർ കടുത്ത പരിഭ്രാന്തിയിലാവുകയും ചെയ്തു. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിൽ 4 മണിക്കൂറോളമാണ് വിമാനം കർണാടകയുടെ ആകാശത്ത് വട്ടം ചുറ്റിയത്. ഹുബ്ബള്ളിയിൽ ലാൻഡിംഗ് അസാധ്യമായതോടെ പൈലറ്റുമാർ ബംഗളൂരുവിലെ കൊമ്പെഗൌഡ വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ടു. അടിയന്തര ലാൻഡിങ്ങിനുള്ള സജ്ജീകരണങ്ങൾ ബംഗളൂരുവിൽ ഒരുക്കിയിരുന്നു. ഒടുവിൽ രാത്രി 7:30 വിമാനം സുരക്ഷിതമായി റൺവേ തൊട്ടപ്പോഴാണ് യാത്രക്കാർക്കും അധികൃതർക്കും ആശ്വാസമായത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് പിന്നീട് എയർലൈൻസ് വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. വിമാനം അപകടാവസ്ഥയിലായിട്ടും യാത്രക്കാരുടെ ബന്ധുക്കൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഫ്ലൈ 91 എയർലൈൻസ് തയ്യാറായില്ലെന്ന് പരാതിയുണ്ട്. വിമാനം വൈകുന്നതിനെക്കുറിച്ചോ നേരിടുന്ന തകരാറിനെക്കുറിച്ചോ എയർലൈൻസ് അധികൃതരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് ഹുബ്ബള്ളി വിമാനത്താവളത്തിൽ കാത്തുനിന്ന ബന്ധുക്കൾ ആരോപിച്ചു. എയർലൈൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആശയവിനിമയ വീഴ്ചയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. വിമാനത്തിന് സംഭവിച്ച സാങ്കേതിക തകരാറിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. എൻജിൻ തകരാറാണോ അതോ ഹൈഡ്രോളിക് സംവിധാനത്തിലെ പ്രശ്നമാണോ ലാൻഡിംഗ് തടസ്സപ്പെടുത്തിയത് എന്ന കാര്യം പരിശോധിക്കും.